ഫൈൻഡ് കറണ്ട് ഐ ത്രൂ 40 ഓം റെസിസ്റ്റർ. 40 ഓം റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ എത്ര ആംബിയർ ആണ് 40 ഓം റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇവിടെ 40 ഓമും 10 ഓമും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ഐ അറിയാം, ടോട്ടൽ കറണ്ട് ഐ അറിയാം, 10 ആംസ് ആണ്. സോ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് 40 ഓമിൽ കൂടെ പോകുന്ന കറണ്ടിനെ I1 എന്നെടുക്കാം. സോ ആസ് പെർ കറണ്ട് ഡിവിഷൻ റൂൾ I1 ഈക്വൽ ടു I ഇൻറ്റു ടോട്ടൽ കറണ്ട് I ഇൻറ്റു അതർ റെസിസ്റ്റൻസ് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. സോ I1 ഈക്വൽ ടു I എന്ന് പറയുന്നത് 10 ആംസ് ആണ് ടോട്ടൽ കറണ്ട്. 10 ഇൻറ്റു 10, അതായത് R2ൻ്റെ വാല്യൂ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, അതായത് റെസിസ്റ്റൻസിൻ്റെ സമ്മ് 10 പ്ലസ് 40. സോ I1 ഈക്വൽ ടു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 50 എന്ന് എഴുതാം. സോ I1 ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയ ആംബിയർ എന്ന് പറഞ്ഞാൽ 2 ആംബിയർ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ, തന്നിരിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് കാണേണ്ടത് തന്നിരിക്കുന്ന ഡയറക്ഷനിലുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ -2 ആംസ് എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് -2 ആംസ്. സോ അതിൻ്റെ ഒരു സിമുലേറ്റഡ് വീഡിയോ ആണ് ഈ കാണുന്നത്. സോ തന്നിരിക്കുന്ന ഡയറക്ഷനിൽ നമ്മളൊരു അമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ -2 ആംസ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.